ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാൻ കാര്യം, അമേരിക്കയിൽ വന്ന് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോയി ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ അവർക്ക് ലോസ് ആൻഡ് ട്രാവൽസ് എന്നൊരു ട്രാവൽ ഏജൻസി ഉണ്ട്. റാണി തോമസിൻ്റെ ഹസ്ബൻഡ് ബിജു തോമസ്, ഇവർ രണ്ടുപേരും കൂടെ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് റാണി തോമസിന് പെട്ടെന്നൊരു നാട്ടിൽ പോയി എന്തെങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് നാട്ടിൽ പോയി ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സെ പറ്റിയാണ് നമുക്കിന്ന് റാണി തോമസോട് സംസാരിക്കുന്നത്. റാണി തോമസ്, താങ്ക് യു ഫോർ കമ്മിങ് ടു മൈ ഇൻ്റർവ്യൂ. സോ എനിക്ക് ചോദിക്കാനുള്ള ഒരു സ്പെഷ്യൽ ആയിട്ട് ചോദിക്കാനുള്ളത്, ഇവിടെ വന്ന് ഇത്രയും നാൾ ബിസിനസ് ചെയ്ത് രണ്ടുപേരും എസ്റ്റാബ്ലിഷ് ബിസിനസ്. സാധാരണ അമേരിക്കയിൽ നിന്ന് ആരും നാട്ടിൽ പോയൊരു ഇങ്ങനത്തെ സിനിമ ഒക്കെ പിടിക്കാൻ പോയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടാറില്ല. അപ്പോൾ അതിനുള്ള ഒരു ചേതോ വിഹാരം എന്താണ്, ഇതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ്, നാട്ടിൽ പോയി ഇങ്ങനെ ഒരു ബിസിനസ് പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ്. ഞാനിവിടെ വന്നൊരു 10-30 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇന്ത്യ എപ്പോഴും എനിക്കൊരു ഭയങ്കര സന്തോഷം തരുന്ന, ഇന്ത്യയിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് പറയാനൊന്നും എനിക്കൊരു അഭിമാനത്തോടാണ് ഞാനത് പറയുന്നത്. ഇഷ്ടമാണ്. അതിനോടനുബന്ധിച്ച് പിന്നെ ഞാനിപ്പം എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഒരു കംഫോർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പോയി ചെയ്യണം, ഒരു ആക്റ്റീവായിട്ടിരിക്കണം. പിന്നെ അതുമാത്രമല്ല, എനിക്ക് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും, വിഷമത്തിൽ, പ്രയാസത്തിൽ, ദുഃഖത്തിലിരിക്കുന്നവരെയൊക്കെ കാണാനും, മീറ്റ് ചെയ്യാനും, അവരോട് സംസാരിക്കാനും, കൗൺസിൽ ചെയ്യാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് ഞാൻ വിചാരിച്ചു കേരളത്തിൽ പോകണം. കേരളത്തിൽ പോയൊരു ബിസിനസ്സൊക്കെ ഇട്ടാലേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനോടനുബന്ധിച്ച് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കേരളത്തിൽ പോയി ഒരു ബിസിനസ് വർഷങ്ങൾക്ക് ശേഷം നാടകം ഒത്തിരി മാറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ നാട്ടുകാരിൽ നിന്നോ? അല്ലെങ്കിൽ ഇല്ല, എനിക്ക് ഇതുവരെ ഞാൻ 2 വർഷം 2024 പോയത്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. നല്ലൊരു സപ്പോർട്ട്, നല്ല സപ്പോർട്ടീവാണ്. നല്ലതായിട്ട് പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ. എൻ്റെ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നല്ല രീതിയിലെല്ലാം കഴിഞ്ഞു. ഇതുവരെ എനിക്കൊരു പ്രയാസവും ഉണ്ടായി. പിന്നെ നല്ല എംപ്ലോയീസിനെ കിട്ടാൻ അവിടെ ബുദ്ധിമുട്ടാണ്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതും. എവിടെ ബിസിനസ് തുടങ്ങിയാലും നല്ല എംപ്ലോയീസ് കിട്ടിയില്ലെങ്കിൽ ബിസിനസ്, ആ ഒരു എംപ്ലോയീസിന്റെ ഷോർട്ടേജ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും? എനിക്ക് അവിടെ ഇട്ടിരിക്കുന്നത്, ഞാൻ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയാണ്. സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുക്കുക, നല്ല യൂണിവേഴ്സിറ്റി സെലക്ഷന്, ഏത് കൺട്രിയിൽ പോയാലാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏറ്റവും ബെനിഫിറ്റഡ് ആയിട്ടുള്ള നല്ല അഡ്വൈസ്, പിന്നെ അവരുടെ ലോൺ സംബന്ധമായ കാര്യങ്ങൾ, അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും. അതൊരു വലിയ കാര്യമാണ്. കാരണം എസ്പെഷ്യലി നൗ മോസ്റ്റ് ഓഫ് ദി പേരൻസ് വാണ്ട് देयर കിഡ്സ് ടു ഗോ അബ്രോഡ്. പിന്നെ ഒരു കാര്യം, ഭയങ്കര എല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സുതാര്യതയുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു കാര്യവും കള്ളത്തരങ്ങളില്ലാതെ. ഇന്ന് സ്റ്റഡി അബ്രോഡിൽ ഒത്തിരി കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി, പേരൻസിന് മനസ്സിലാവുന്ന രീതി, എല്ലാ കാര്യവും പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ ഒരു സത്യസന്ധമായ ഒരു അപ്രോച്ചിലാണ് ഞങ്ങൾ. നല്ല ട്രെയിനിങ് ഞങ്ങൾ കുറേ ട്രെയിനിങ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. IELTS ഉണ്ട്, ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്, OET, PTE, ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അല്ല, അമേരിക്കയിലെ ബിസിനസ് എനിക്കറിയാം, ട്രാവൽ ഏജൻസ് ആണ്, ലോസ് ആൻഡ് ട്രാവൽസ്. ബട്ട് നാട്ടിലുള്ള ഈ ബിസിനസ്സിന് പേരെന്താ പറഞ്ഞത്? ബറാക്ക എലീറ്റ് എഡ്യൂക്കേഷൻ എന്നാണ്. ബറാക്ക സ്റ്റഡി അബ്രോഡ്. അതിൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ ഈ വർഷം ബറാക്ക trips.com എന്ന് പറഞ്ഞ് ടൂറിസവും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ബറാക്ക ഒരു വെറൈറ്റി പേരാണ്, ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഒബാമയുടെ പേരിൻ്റെ കൂടെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു പേരെങ്ങനെ സെലക്ട് ചെയ്യാനുണ്ട്? ബറാക്ക എന്ന് പറഞ്ഞ പേര് ബിബ്ലിക്കൽ നെയിമാണ്. അപ്പം ബൈബിളിൽ അത് ഒരു വാലിയുടെ നെയിമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ബറാക്ക, ഞാനൊരു സ്ട്രോങ് ബിലീവറും കൂടാണ്, വിശ്വാസിയാണ്. വിശ്വാസം കൊണ്ട് ആ വിശ്വാസം നമുക്ക് കോൺഫിഡൻസ് വരുന്നുണ്ട്. നാട്ടിൽ പോയി ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു നല്ല ധൈര്യം വേണം. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ വിശ്വാസം കൊണ്ടൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ, നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ട്രെയിനിങ് പ്രോസസ്സൊക്കെ നാട്ടിലുള്ള ടീച്ചേഴ്സിനെ കൊണ്ടാണ്. ഈ അപ്പോൾ ജർമ്മൻ
IELTS-ലൊക്കെ പോകണമെങ്കിൽ IELTS-ന്റെ ഒക്കെ കോച്ചിങ് ഞാൻ ഇവിടുന്ന് US നിന്നായിരുന്നു അല്ല കൊടുത്തത്. അതൊക്കെ ഇംഗ്ലീഷ് അല്ലേ? അത് ഇംഗ്ലീഷാണ്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് ഞാൻ നാട്ടിലുള്ള ടീച്ചേഴ്സാണ്. അവിടെ പഠിച്ച് നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ് ഉണ്ട്. അവരെ കൊണ്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വർഷം എത്ര പ്രാവശ്യം നാട്ടിൽ പോകും? ഇപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ കുറേ പോകുന്നുണ്ട്. 4ഉം 5ഉം പ്രാവശ്യം നാട്ടിൽ പോകുന്നുണ്ട്. ഇങ്ങനെ ഇപ്പം ഫാമിലി ഇവിടെ ആയതുകൊണ്ട് എവറി 2 months ഒക്കെ വരും ഞാൻ. കംസ് ആൻഡ് ഗോസ് ആണ്. അപ്പോൾ ഫാമിലി റാണിയെ മിസ് ചെയ്യുന്നില്ലേ? അത് വലിയൊരു ചലഞ്ചാണ്. പിള്ളേരും അച്ഛയും ഇവിടാണ്. അപ്പോൾ ഹസ്ബൻഡിനും പിള്ളേർക്കും അത് വലിയ. പിള്ളേരൊക്കെ ഇപ്പോൾ ഏത് ലെവലിലായി? കുഞ്ഞുങ്ങൾ മൂത്ത മോള് MBA സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ മോള് ലോ സ്കൂളിൽ പോകാനായിട്ട് പ്രിപ്പയർ ആവുന്നു. ഏറ്റവും ഇളയവൾ ഇനി 12th-ലോട്ട്. 12th-ലേക്ക്. അപ്പം പ്രൈം ഏജിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഒരാളിപ്പോഴും ഹൈസ്കൂളുണ്ട്. ഉണ്ട്, ഹൈസ്കൂളുണ്ട്. അപ്പോൾ ഈ കുറേ നാൾ അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ ഇടയ്ക്ക് ലോസർ അങ്ങോട്ട് വരുമോ? അങ്ങനെയാണ്. ഞാൻ അങ്ങനെ എവറി 2 months വരും. എവറി 2 months വന്നും പോയി നിൽക്കും. അങ്ങനെ കണ്ടിന്യൂസ് അവിടെ നിൽക്കത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശ്വാസിയാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്. ദൈവവിശ്വാസിയാണ്. അങ്ങനെ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് വല്ല കാരണമുണ്ടോ? അതോ ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യനാണല്ലോ. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ നമ്മൾ ക്രിസ്ത്യൻ പേരൻസിന് വന്നതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി. ഞാൻ ആ കൾച്ചർ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും വിശ്വാസിയാണോന്നില്ല. ഇതൊരു നമ്മൾ ശീലിച്ച് വന്ന ഒരു എനിക്കൊന്ന് മതം ഒരു ശീലമാണ് എൻ്റെ അഭിപ്രായത്തിൽ. റാണിയുടെ അഭിപ്രായത്തിൽ. അപ്പം ഞാൻ അത് ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം റാണി അങ്ങനെയല്ല, റാണി ഒരു വിശ്വാസിയാണ്. പിന്നെ കൾച്ചറൽ ക്രിസ്ത്യൻ. ഞാൻ ഒരിക്കലും ഒരു കൾച്ചറൽ വിശ്വാസിയല്ല. ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അത് കറക്റ്റാണ്. അങ്ങനെ അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ വിശ്വാസം ഇത്രമാത്രം അരക്കിട്ടുറപ്പിച്ചത് എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുമുള്ള കാര്യങ്ങളാണ്. എന്നാൽ എൻ്റെ ഒത്തിരി പ്രശ്നങ്ങളിലും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമുണ്ട്. ആ സമയത്തൊക്കെയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം എനിക്ക് നേരിട്ട് പലതും അനുഭവിക്കാൻ സാധിച്ചു. എന്നോട് നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിച്ച സമയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനൊരു ദൈവമുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഓരോരോ ഇൻസിഡൻറ്റ് കാരണമാണ് ഇത്രമാത്രം ഒരു സ്ട്രോങ് ബിലീവറായിട്ട്. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ദൈവം വേണം. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നല്ല, ദൈവമുണ്ട്. നമുക്ക് വിശ്വസിക്കാനായിട്ട് ദൈവം ഒരു അത്താണി എന്ന് പറഞ്ഞ പോലെ ജീവനുള്ള ദൈവമുണ്ട്. ജീവനുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ദൈവത്തിന് നമുക്ക് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ളത് അതൊരു ആശ്വാസമാണ്. അത് എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷെ അത് നല്ല കാര്യമാണ്. അങ്ങനെ ഒരു സൃഷ്ടി ഒക്കെ അങ്ങനെ. പക്ഷെ അന്നേരം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കും. അതാണ് ഈ പ്രശ്നം. ദൈവം അവിടെ ഓൾറെഡി ഉണ്ട്. ദൈവത്തിനെ ഞാൻ പറയും പ്രപഞ്ചം ഇവിടെ ഉണ്ട്. പ്രപഞ്ചമില്ല, ദൈവം ആദ്യമേ ഉണ്ടായിരുന്നു. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു. ദൈവം വന്നിട്ട് നമ്മളെയൊക്കെ ഒരിക്കലും ഇല്ല. ഞാൻ ബൈബിളിലെ ഓരോ ലൈനും അടിവരയിട്ട് വിശ്വസിക്കുന്ന ആളാണ്. നമ്മള് ബൈബിള് പഠിച്ചോണ്ട്, പക്ഷെ ഖുർആൻ പഠിച്ചവര് പറയുന്ന അവരാണ് അള്ളാഹയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അത് പല ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. അതൊന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ്. ഇപ്പം നാട്ടിലെ ഇപ്പം എത്ര വർഷമായി നാട്ടിലെ ബിസിനസ്? ഞാൻ 2 വർഷം, 2024. അപ്പം ഇത്രയും വർഷമായി. ഇനി എത്ര നാളത്തേക്കാണ് അവിടെ ഇങ്ങനെ പിന്നെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്ലാൻ? അതായത് മുന്നോട്ട് പിള്ളേർ വന്ന് ഏറ്റെടുക്കുക, അങ്ങനെ സാധ്യത കുറവാണ്. ഇരിക്കുന്ന പിള്ളേരും വന്ന് അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ ബിസിനസ് എസ്റ്റാബ്ലിഷ് ആയി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന്, അല്ലാതെ വെറുതെ ഒന്നും ഓപ്പൺ. മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സർവീസ്. മനസ്സിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ബിക്കോസ് ഞാൻ ഒത്തിരി ആൾക്കാരെ അവിടെ മീറ്റ് ചെയ്യുന്നു. അവരുടെ നീഡ് അനുസരിച്ച് അവരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ, എന്താ പറയുന്നത്, ഒത്തിരി ഇവിടുത്തേനേക്കാൾ കുറച്ചും കൂടെ ഒരു കംഫോർട്ട് സോണിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നമുക്കെല്ലാ സുഖലോപുലതയിലും നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നു. നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടേതായ കാര്യങ്ങൾ, എന്നിട്ട് നമ്മൾ അതിലൊതുങ്ങി നിൽക്കുവാണ് ഇവിടെ. അല്ല, അതെല്ലാം വേണമെന്ന് വെച്ചിട്ട് നാട്ടിൽ പോയി ഒരുപാട് സ്റ്റുഡൻസിന് നോട്ട് ജസ്റ്റ് മേക്കിംഗ് മണി, അതിൻ്റെ കൂടെ ഒരു സർവീസും ഉണ്ട്. ബിസിനസ് പലതരത്തിലുണ്ടോ. സെയിം ടൈം ഗിവിങ് സർവീസ് ഫെസിലിറ്റി സ്റ്റുഡൻസ്. ഇപ്പോൾ അതൊരു ഭയങ്കര ട്രെൻഡാണ്. എല്ലാ കുടുംബത്തിൽ നിന്നും
ആരെങ്കിലും പുറത്താണ്, ആരും നാട്ടിൽ നിൽക്കില്ല. ഇപ്പം നാട്ടിലിപ്പം കുട്ടികൾ നിൽക്കാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. പേരൻസ് മാത്രമേ ഉള്ളൂ. പല വീടുകളും കേരളത്തിൽ അടച്ചു കിടക്കുകയാണ്. ആളില്ല. എല്ലാവരും പേരൻസിനും ഇപ്പം പണ്ടത്തെ പോലെയല്ല. ഞാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ PWD എഞ്ചിനീയർ ആയിരുന്നു. വീട്ടുകാരും നാട്ടുകാരൊക്കെ എതിരായിരുന്നു. എന്തിനാ അവിടെ പോകണം? പക്ഷെ എൻ്റെ ഡിസിഷനാണ് പോകണമെന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഫാമിലിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റാണിയുടെ ഡിസിഷനാണ്. ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എനിക്ക് നാടിന് വേണ്ടി ഒന്ന് സേവിക്കണം എന്ന് തോന്നി അവിടെ പോയി ചെയ്യുന്നൊരു വലിയ കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു ട്രെൻഡിൽ. കാരണം എല്ലാവരും വിടുവാണ്. കാരണം ഞങ്ങളുടെയൊക്കെ തലമുറയുള്ളതാണ് ഇപ്പോഴത്തെ പേരൻസ്. അപ്പോൾ അവരുടെയൊക്കെ മെൻറ്റാലിറ്റി മാറി. പിള്ളേരെല്ലാം പുറത്തു പോകണം. എല്ലാവരുടെയും, പൊളിറ്റീഷ്യൻസിൻ്റെയും ആക്ടേഴ്സിൻ്റെയും എഴുത്തുകാരുടെയും എത്ര രാജ്യസ്നേഹം ഉണ്ടെന്ന് പറയുന്നവരുടെയും മക്കളെല്ലാം പുറത്താണ്. അപ്പോൾ ആ ഒരു ട്രെൻഡിൽ ഇത് നല്ലൊരു ബിസിനസ്സാണ്. യു ക്യാൻ ബി സാറ്റിസ്ഫൈഡ് അറ്റ് സെയിം ടൈം യു ക്യാൻ ഡു സർവീസ് ടു ദ സൊസൈറ്റി, എക്സ്പെഷ്യലി ഫോർ യങ് ജനറേഷൻ. അത് നന്നായിട്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ളത് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം റാണി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഫാമിലിക്കും ബിജു ദോസനും ഇവിടുത്തെ ബിസിനസ്സും എല്ലാം ഭംഗിയായിട്ട് പോകട്ടെ. അപ്പോൾ എന്നോടൊപ്പം ഇവിടെ ഒരു കുറച്ച് സമയം പങ്കുവെച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു തമ്പിച്ചേട്ടനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഞാനും നേരുന്നു. തമ്പി ആൻ്റണി ടോക്സിലേക്ക് എന്നെയും ക്ഷണിച്ചതിന് വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.